ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ വീഡിയോ ആണ്. രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ പുറമേ തന്നെ കുറച്ച് ബദാമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഏത്തക്കയും കൂടെ കഴിക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റാവും, അതുകൊണ്ട് ഒരു ഏത്തക്ക കഴിച്ചു. അപ്പോൾ ഏത്തക്ക കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടേ കുടുങ്ങൂലേ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കണമെന്ന് ഓർത്ത്, അതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെയും ഞാൻ പാൽ കുടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് പാലും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി അമ്മ എന്തോ കൊടുക്കുമെന്ന് നോക്കാൻ. പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എൻ്റെ ചെവി കടിച്ച് തിന്നുവാണ്. നീ ഇങ്ങനെ കുക്ക് ചെയ്യാതെ ജീവിച്ചോ, അതാ ഇതാന്നൊക്കെ പറഞ്ഞ്. ഞാനാണ് ഈ പൂരിയൊക്കെ പരത്തി കൊടുക്കുന്നത്, പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഞാൻ കുക്ക് ചെയ്യണം. പിന്നെ അമ്മ പൂരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാനങ്ങനെ 3 പൂരിയും കുറച്ച് ബാജിക്കറിയും എടുത്തു. ഈ ബാജിക്കറി ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ അമ്മ അതൊന്നും അങ്ങ് സമ്മതിച്ച് തരത്തില്ല. ഞാൻ കുക്ക് ചെയ്താലും അങ്ങനെ നല്ല ടേസ്റ്റ് അങ്ങനെയൊന്നും സമ്മതിച്ച് തരത്തില്ല. പക്ഷെ ഞാനാണ് ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും അമ്മ വറുത്തരച്ച തീയൽ വെച്ചു. വെണ്ടയ്ക്ക തീയലായിരുന്നു. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ ചക്കക്കുരുവും പടവലങ്ങയും കൂടി ഇട്ട തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല, വേവുന്നത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയൊരു പകുതി ആപ്പിൾ എടുത്ത് കഴിച്ചു. പച്ച കളർ ആപ്പിളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ പോയി 12:30 ആയപ്പോഴത്തേക്കും ചോറ് കഴിച്ചു. ചോറും പപ്പടവും പിന്നെ ചക്കക്കുരു തോരനും. ചക്കക്കുരു എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആട്ടോ, അതിൻ്റെ തോരന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴേക്കും പോയി കുളിച്ചൊക്കെ വന്നിട്ട് കേക്ക് കഴിച്ചു. പിന്നെ ഉച്ചയല്ല, രാവിലെ കഴിച്ച് പൂരിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കറിയും കൂട്ടി അതൊക്കെ കഴിച്ചു. അത് കഴിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്ന മട്ടിലൊരു പാവത്തെ പോലെ ഇരുന്ന് ഞാൻ ബോംബെ മിച്ചർ കഴിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പം അതിൻ്റെ കൂടെ കാപ്പിയും കൂടെ കുടിച്ചു. ചായയല്ല, കാപ്പിയാണ് കുടിച്ചത്. പിന്നെ ഞാൻ ഹസ്ബൻഡ് വന്നപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പം ദാ ഇരിക്കുന്ന ഒരാൾ സ്കൂട്ടറിൻ്റെ വണ്ടയിൽ. നമ്മൾ വളർത്തുന്നതല്ല, ഇവിടെ ഉള്ളൊരു പൂച്ചയാണ്. പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ബജിക്കടയിൽ കയറി കുറച്ച് ബജിയൊക്കെ വാങ്ങി, ഏത്തയ്ക്കാപ്പവും അങ്ങനെയൊക്കെ മുട്ട ബജിയൊക്കെ വാങ്ങിയത്. എനിക്ക് മുട്ട ബജിയാണ് വാങ്ങിയത്. പക്ഷേ വീട്ടിൽ എത്തിയപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് തണുത്തിരുന്നു. കൂടാതെ ഭയങ്കര ഓയിലി ആയിരുന്നു, അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് കപ്പയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്